Good morning all of you. ഒരു മിനിറ്റ് പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചിരുന്നത്. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു എസ്സേ ആയിരുന്നു അത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? അതായിരുന്നു ചോദ്യത്തിൻ്റെ മലയാള അർത്ഥം, അല്ലേ? അതിനകത്ത് ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സബ്ജക്റ്റ് മാറ്റർ, പ്രതിപാദ്യ വിഷയം എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം. രണ്ടാമത്തിലേക്ക് പോകുന്നു. മാക്രോ ഇക്കണോമിക് പാരഡോക്സസ്, സ്ഥൂല സാമ്പത്തിക വിരോധാഭാസം എന്നുള്ളതാണ് അതിൻ്റെ മലയാള അർത്ഥം. പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസം എന്നുള്ളതാണ് മലയാള അർത്ഥം. സ്ഥൂല സാമ്പത്തിക വിരോധാഭാസം എന്നുള്ളതാണ് ആ സെൻറ്റൻസിൻ്റെ മലയാള അർത്ഥം. മാക്രോ ഇക്കണോമിക് പാരഡോക്സസ്. Another distinction between microeconomics and macroeconomics is that what is true in the former, it is not always in the later. വരച്ചിരുന്നേ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള അടുത്ത ഡിസ്റ്റിങ്ഷൻ, അടുത്ത വ്യത്യാസമാണ് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ നേരിട്ട് മാക്രോ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ശരിയാകണമെന്നില്ല. പ്രൊഫസർ ബൗൾഡിംഗ് കോൾസ് ഇറ്റ് ഈസ് എ മാക്രോ എക്കണോമിക് പാരഡോക്സസ്. വരച്ചിരുന്നേ, പ്രൊഫസർ ബൗൾഡിങ് ഇതിനെ സ്ഥൂല സാമ്പത്തിക വിരോധാഭാസം എന്നാണ് വിളിക്കുന്നത്. അപ്പം മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള അടുത്ത വ്യത്യാസമാണ് സ്ഥൂല സാമ്പത്തിക വിരോധാഭാസം. മൈക്രോ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ നേരിട്ട് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ശരിയാകണമെന്നില്ല. അതിനെ പ്രൊഫസർ ബൗൾഡിങ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര വിരോധാഭാസം എന്നുമായിട്ടാണ് വിളിച്ചത്. ഇനിയുള്ളതും വരച്ചിരണം. മാക്രോ എക്കണോമിക് പാരഡോക്സ് ആർ ദോസ് പ്രൊപ്പോസിഷൻ വിച്ച് ആർ ട്രൂ വെൻ അപ്ലൈഡ് ടു എ സിംഗിൾ ഇൻഡിവിജ്വൽ ബട്ട് വിത്ത് ആർ അൺട്രൂ വെൻ അപ്ലൈഡ് ടു ദി ഇക്കണോമിക് സിസ്റ്റം ആസ് എ ഹോൾ. നമ്മൾ കണ്ടു, മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലല്ലേ, ചെറിയ വ്യക്തികളെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ പഠിക്കുന്നു. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ സമ്പദ് വ്യവസ്ഥയെ ഓൾ, WHO ഓൾ മുഴുവനായിട്ട് പഠിക്കുന്നു, ആകമാനം പഠിക്കുന്നു. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് തന്നെ നേരിട്ട് മാക്രോ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാകണമെന്നില്ല. അതിനെ, ഈ പ്രതിഭാസത്തെ പ്രൊഫസർ ബൗൾഡിങ് സ്ഥൂല സാമ്പത്തിക വിരോധാഭാസം എന്നാണ് വിളിച്ചത്. ഇനി ഇതിൻ്റെ സം ഇൻസ്റ്റൻസ് ആർ ദ ഫോളോവിങ്. ഇതിൻ്റെ ഇൻസ്റ്റൻസ്, ഉദാഹരണം, ഇതിൻ്റെ കുറേ ഉദാഹരണങ്ങൾ ചുവടെ കൊടുക്കുന്നു. എത്ര ഉദാഹരണമുണ്ട്? 3 എണ്ണം. 1, ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ് ഈസ് ഗുഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഇറ്റ് വിൽ മേക്ക് ഹിം റിച്ച് ആൻഡ് സെൽഫ് ഡിപ്പെൻഡൻറ്റ്. ബട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിമെയിൻ ദ സെയിം ഇഫ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ സേവിങ് ഓഫ് എ കൺട്രി. ദ നേഷൻ വിൽ ബി ഹെഡിങ് ടുവേഴ്സ് ഇക്കണോമിക് ഡിസാസ്റ്റർ, ദുരന്തം. എക്കണോമിക് ഡിസാസ്റ്റർ, സാമ്പത്തിക ദുരന്തം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്ന ചില കാര്യങ്ങൾ നേരിട്ട് മാക്രോ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ശരിയാകണമെന്നില്ല. അതിനെയാണ് പ്രൊഫസർ ബൗൾഡിങ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര വിരോധാഭാസം എന്ന് വിളിച്ചത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഉദാഹരണം, ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്, സമ്പാദ്യം, അല്ലേ, പണം സമ്പാദിക്കുക, അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച് ഭാഗം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. കാരണം എന്താ? അവനെ റിച്ച്, സമ്പന്നനാക്കുന്നു. സെൽഫ് ഡിപ്പെൻഡൻറ്റ്, സ്വയം, അല്ലെ, മറ്റേ ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നു, അല്ലേ? ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് എവിടെ വന്നു? മൈക്രോയിൽ വന്നു. ഒരു വ്യക്തി, ഒരാളേ ഉള്ളൂ, അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലേ? അപ്പം മൈക്രോയിൽ അപ്ലൈ ചെയ്യുന്നു. എങ്ങനെ അപ്ലൈ ചെയ്യുന്നു? ഒരു വ്യക്തി പൈസ സമ്പാദിക്കുന്നു, അവന് കിട്ടുന്ന വരുമാനത്തിന് കുറച്ച് ഭാഗം സമ്പാദിക്കുന്നു, അവനെ സമ്പന്നനാക്കി മാറ്റുന്നു, അവനെ സെൽഫ് ഡിപ്പെൻഡൻറ്റ്, അല്ലെ, ആരെയും ആശ്രയിക്കാത്ത രീതിയിലാക്കി മാറ്റുന്നു. എന്നാൽ ഒരു രാജ്യം എന്താണ്? ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ എവിടെ പോയി? മാക്രോയിലെത്തി, അല്ലേ? ഒരു രാജ്യം അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും സമ്പാദിക്കുകയാണെങ്കിൽ എന്തുണ്ടാകും? രാജ്യത്ത് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതിന് കാരണം എന്താ? രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചിലവഴിക്കണം, വികസന പരിപാടികൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അതിനുവേണ്ടി ഒന്നും മാറ്റിവെക്കാതെ രാജ്യം സമ്പാദ്യത്തിലേക്ക് മാറുകയാണെങ്കിൽ രാജ്യം വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് നയിക്കും.
കേട്ടോ. മൈക്രോയിൽ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അത് കറക്റ്റായിരുന്നു, എന്നാൽ അതുതന്നെ മാക്രോയിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് തെറ്റാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, മൈക്രോയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നേരിട്ട് മാക്രോയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ശരിയാകണം എന്നില്ല. അതിനെയാണ് പ്രൊഫസർ ബൗൾഡിങ് മാക്രോ എക്കണോമിക് പാരഡോക്സസ് എന്ന് വിളിച്ചത്. ഒന്നാമത്തെ ഉദാഹരണം കിട്ടിയോ? 2. Introduction of wage cut in a particular firm may enable it to give more employment to the people. Wage cut fall in cost of production, fall in price, increase in demand, greater production, promotion of employment. But the introduction of general wage cut in the fallen firms in the country may result in the fall in purchasing power or money income, fall in demand, fall in production and unemployment. എന്താ മക്കളെ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനം ഒരു സ്ഥാപനം മൈക്രോ അല്ലേ, ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരുടെ ശമ്പളം കുറയ്ക്കുന്നു, വേജ് കട്ട്, വേതനം കുറയ്ക്കുന്നു. അന്നേരം എന്താണ്, ശമ്പളം കുറച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റും, ഉൽപ്പാദന ചെലവ് കുറയും, ഉൽപ്പാദന ചെലവ് കുറഞ്ഞാൽ സാധനത്തിൻ്റെ വില കുറയും, സാധനത്തിൻ്റെ വില കുറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വന്ന് വാങ്ങും, അതിന് ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടി കഴിയുമ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം, കൂടുതൽ ഉൽപ്പാദിപ്പിച്ചാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും അല്ലേ. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാപനം മൈക്രോയുടെ കാര്യമാണ് അല്ലേ, ഒരു സ്ഥാപനം ചെറിയ കാര്യമാണ് അല്ലേ. ഒരു സ്ഥാപനത്തിൽ വേതനം കുറയ്ക്കുന്നു, വേതനം കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും, കൂടുതൽ എന്താണ് ഉൽപ്പാദന ചെലവ് കുറയുന്നു, ഉൽപ്പാദന ചെലവ് കുറയുമ്പോൾ സാധനത്തിൻ്റെ വില കുറയും, സാധനത്തിൻ്റെ വില കുറയുമ്പോൾ കൂടുതൽ ആൾക്കാർ വന്ന് വാങ്ങും, ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുമ്പോൾ വീണ്ടും ഉൽപ്പാദനം കൂടണം, ഉൽപ്പാദനം കൂടുമ്പോൾ വീണ്ടും തൊഴിലവസരങ്ങൾ കൂടും അല്ലേ. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അത് നല്ലതാണ്. ഇനി മാക്രോയിൽ നോക്കി, but the introduction of the general wage cut in all firms in a country may result in falling purchasing power or money income, falling demand, falling production and unemployment. കണ്ടോ, ലോകത്തുള്ള അല്ല രാജ്യത്തുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പൊതുവായിട്ട് ശമ്പളം കുറയ്ക്കുന്നു. രാജ്യത്ത് ധാരാളം സ്ഥാപനങ്ങൾ, ധാരാളം വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെയെല്ലാം തൊഴിലാളികളുടെ ശമ്പളം കുറയ്ക്കുന്നു. മാക്രോയിൽ വന്നു, അന്നേരം എന്ത് സംഭവിക്കും അല്ലേ, തൊഴിലാളികളുടെ ശമ്പളം കുറച്ചാൽ അവർക്ക് വാങ്ങുവാനുള്ള ശേഷി കുറയും അല്ലേ. അവരുടെ വരുമാനം കുറഞ്ഞാൽ അവരെ വാങ്ങുവാനുള്ള ശേഷി കുറയും, വാങ്ങുവാനുള്ള ശേഷി കുറഞ്ഞാൽ ഡിമാൻഡ് കുറയും, സാധനം വാങ്ങുന്നതിൻ്റെ അളവ് കുറയും, സാധനം വാങ്ങുന്നതിൻ്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദനം കുറയും, ഉൽപ്പാദനം കുറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയ ഒരു പ്രശ്നമുണ്ടാകും. കണ്ടോ, മൈക്രോയിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് കറക്റ്റായിരുന്നു, എന്നാൽ അത് തന്നെ നേരിട്ട് മാക്രോയിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് ശരിയായില്ല. 3. A boy walking along the street തെരുവ് may become richer if he gets a bundle of 100 rupee notes from the roadside, but a country does not become richer by simply printing currency. കണ്ടോ, ഒരു ആൺകുട്ടി തെരുവിൽ കൂടി നടന്നു പോകുന്നു, അവന് ആ വഴി സൈഡിൽ കിടന്ന് 100 രൂപയുടെ ഒരു കെട്ട് നോട്ട് കിട്ടി. അന്നേരം അവനെ സംബന്ധിച്ച് അവനത് സമ്പന്നനായി മാറി, മൈക്രോ ഒരു വ്യക്തി. എന്നാൽ രാജ്യം കുറെ കറൻസി പ്രിന്റ് ചെയ്തുകൊണ്ട് രാജ്യം സമ്പന്നം ആകത്തില്ല. കിട്ടിയോ, മൈക്രോയിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് കറക്റ്റായിരുന്നു, എന്നാൽ അത് തന്നെ മാക്രോയിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് തെറ്റായി. അതിനെ പ്രൊഫസർ ബൗൾഡിങ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര വിരോധാഭാസം എന്നുള്ളതാണ് വിളിച്ചത്. അപ്പോൾ രണ്ടാമത്തെ വ്യത്യാസമാണ് മാക്രോ എക്കണോമിക് പാരഡോക്സസ്. എന്താണ് പാരഡോക്സസ് എന്ന് പഠിക്കണം, 3 ഉദാഹരണം കൂടി പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ വ്യത്യാസം, macroeconomic analysts take a bird's eye view of the entire system, but microeconomic analysts take a worm's eye view of a specific component of the entire economic system. അത്രയും മറിച്ച് മാക്രോ എക്കണോമിക്സിൻ്റെ പഠന രീതിയെ ബേർഡ്സ് ഐ വ്യൂ, പക്ഷിയുടെ വീക്ഷണം, എന്നാൽ മൈക്രോ എക്കണോമിക്സിൻ്റെ പഠന രീതിയെ വോംസ്, മണ്ണിരയുടെ വീക്ഷണം. നമുക്കറിയാം, മണ്ണിര എന്ന് പറയുന്ന ജീവി മണ്ണിൽ കിടക്കുന്ന ജീവിയാണ്. അതിന് വിശാലമായ ലോകം കാണുവാനായിട്ട് സാധിക്കത്തില്ല, വളരെ ഇടുങ്ങിയതാണ്, വളരെ ചെറിയതാണ് അതിൻ്റെ ലോകം അല്ലേ. മൈക്രോ വളരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അതുകൊണ്ട് മണ്ണിരയുടെ വീക്ഷണകോണിനോട് മൈക്രോയുടെ പഠനത്തെ ഉപമിച്ചിരിക്കുന്നു. എന്നാൽ മാക്രോയുടെ പഠന രീതിയെ ബേർഡ്സ് ഐ വ്യൂ, പക്ഷിയുടെ വീക്ഷണകോണിനോട് ഉപമിക്കുന്നു. പക്ഷിയുടെ പ്രത്യേകത എന്താണ്, വളരെ വിശാലമായ ലോകത്ത് പറന്ന് നടക്കുന്ന ജീവിയാണ് പക്ഷി, അതിനെ വളരെ വിശാലമായ ലോകം കാണുവാനായിട്ട് സാധിക്കും അല്ലേ. മാക്രോ കൈകാര്യം ചെയ്യുന്നത് വളരെ വിശാലമായതാണ്, സമ്പദ് വ്യവസ്ഥയെ മുഴുവനായിട്ട് കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് മാക്രോയുടെ പഠന രീതിയെ പക്ഷിയുടെ വീക്ഷണകോണിനോട് ഉപമിക്കുമ്പോൾ മൈക്രോയുടെ പഠന രീതിയെ മണ്ണിരയുടെ വീക്ഷണകോണിനോട് ഉപമിക്കുന്നു. മൂന്നാമത് കിട്ടിയോ? 4. Microeconomic problem can be distinguished from macroeconomic only by looking at its effect on national income. Effect is ignorable in the case of former and considerable in the later.
there is always feedback from the production of income. അപ്പോൾ വരച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ. മൈക്രോ എക്കണോമിക് പ്രോബ്ലം ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ മാക്രോ എക്കണോമിക് വൺ ബൈ ലുക്കിംഗ് ഇറ്റ്സ് എഫക്ട് ഓൺ നാഷണൽ ഇൻകം. എഫക്ട് ഈസ് ഇഗ്നോറബിൾ in the case of the former and considerable in the later. എന്താ മക്കളെ, മൈക്രോ എക്കണോമിക് പ്രോബ്ലം ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ മാക്രോ എക്കണോമിക് പ്രോബ്ലം. എന്താണ്? മൈക്രോ എക്കണോമിക്സിൽ ദേശീയ വരുമാനത്തിന് വലിയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. നാഷണൽ ഇൻകം എന്താണ്? ഇഗ്നോറബിൾ, അവഗണിക്കുക. നാഷണൽ ഇൻകം ദേശീയ വരുമാനം. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപരമായ മൂല്യമാണ് ദേശീയ വരുമാനം. അത് രാജ്യത്ത് മുഴുവനുള്ളതാണ്. അത് എവിടെ കൈകാര്യം ചെയ്യും? മാക്രോ. എന്നാൽ മൈക്രോയിൽ ദേശീയ വരുമാനം എന്ന് പറയുന്ന സങ്കല്പത്തെ ഇഗ്നോറബിൾ, അവഗണിക്കുന്നു. കിട്ടിയോ? മാക്രോ എക്കണോമിക്സിൽ ദേശീയ വരുമാനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മൈക്രോ എക്കണോമിക്സിൽ ദേശീയ വരുമാനം എന്ന് പറയുന്ന സങ്കല്പത്തെ ഇഗ്നോറബിൾ, അവഗണിക്കുന്നു. 5. In microeconomics analysis, price is a regulating mechanism of the economic system, but in macroeconomic analysis, a regulation about the price is hampered by the change in the national income. അത്ര വരച്ചിട്ടാണ്. മൈക്രോ എക്കണോമിക്സിൽ പ്രൈസ്, വിലയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ മാക്രോ എക്കണോമിക്സിൽ ദേശീയ വരുമാനത്തിന് പ്രാധാന്യം കൊടുക്കും. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെ നിയന്ത്രിക്കുന്നത് പ്രൈസ്, വിലയാണെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ നിയന്ത്രിക്കുന്നത് നാഷണൽ ഇൻകം, ദേശീയ വരുമാനമാണ്. കിട്ടിയോ? ലാസ്റ്റ് 1, 6ാമത്തെ. ഒബ്ജക്റ്റീവ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ആർ ഡിഫറൻറ്റ്. വൈൽ മൈക്രോ എക്കണോമിക്സ് എയിംസ് അറ്റ് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, മാക്രോ എക്കണോമിക്സ് വാണ്ട്സ് ടു ഫുള്ളർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അത്രയും പറിച്ചിരുന്നു. മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ വ്യത്യാസമുണ്ട്. മൈക്രോ എക്കണോമിക്സിൻ്റെ ലക്ഷ്യം എന്താണ്? ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പൂർണ്ണമായ വിതരണം. ഒപ്റ്റിമം പരമാവധി, അല്ലേ? വിഭവങ്ങളുടെ പരമാവധി വിതരണമാണ് മൈക്രോ എക്കണോമിക്സിൻ്റെ ലക്ഷ്യമെങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ ലക്ഷ്യം എന്താ മക്കളെ? ഫുള്ളർ എംപ്ലോയ്മെൻറ്റ്, പൂർണ്ണ തൊഴിലവസരവും, ആൻഡ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ വളർച്ച. കിട്ടിയോ? അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിൽ വ്യത്യാസം എന്തല്ല. അപ്പോൾ നിങ്ങൾ എഴുതണം, എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് എഴുതണം, എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് എഴുതണം. ഇതിൻ്റെ ഡിഫറൻസ് നമ്പർ ബൈ നമ്പർ ആയിട്ട് താഴേക്ക് എഴുതണം. 1 സബ്ജക്റ്റ് മാറ്റർ, പ്രതിപാദ്യ വിഷയം, കുറച്ച് അതിനെക്കുറിച്ച് വിശദമാക്കണം. 2 മാക്രോ എക്കണോമിക് പാരഡോക്സസ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്ര വിരോധാഭാസം എന്തെന്ന് എഴുതിയിട്ട് അതിന് 3 ഉദാഹരണം എഴുതണം. 3ാമത്തെ ഡിഫറൻസ് എഴുതണം, ബേഴ്സേ വ്യൂ, ഹോംസേ വ്യൂ. 4ാമത്തെ ഡിഫറൻസ് എന്താണ്? ദേശീയ വരുമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ദേശീയ വരുമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. 5ാമത്തെ ഡിഫറൻസ്, മൈക്രോയെ നിയന്ത്രിക്കുന്ന പ്രൈസ് ആണെങ്കിൽ മാക്രോയെ നിയന്ത്രിക്കുന്ന ദേശീയ വരുമാനമാണ്. 6 ഇതിൻ്റെ തമ്മിൽ ലക്ഷ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളാണ് പഠിച്ച് എഴുതേണ്ടത്. കിട്ടിയോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് കണ്ടതിന് ശേഷം ഇന്ന് തന്നെ ക്ലാസ്സിൻ്റെ ഒരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. അയക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പേരും കൂടി നിർബന്ധമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.